Okay. Next, profitability ratio based on sales is operating ratio. Operating ratio means it establishes the relationship between operating cost and net sales. Operating ratio establishes the relationship between operating cost and net sales. അതായത് ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം പർട്ടിക്കുലർ ബിസിനസ്സിൻ്റെ പ്രോഫിറ്റബിലിറ്റി, അതായത് നെറ്റ് സെയിൽസിൻ്റെ എത്ര പോർഷനാണ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ്, അപ്പോൾ നമ്മളുടെ ആ ഒരു മാർജിൻ ഓഫ് സേഫ്റ്റി, ദാറ്റ് മീൻസ് മാർജിൻ ഓഫ് പ്രോഫിറ്റ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് കഴിയും. ഓക്കെ, അപ്പോൾ ഇതിൽ നോക്കാം നമുക്ക് പ്രോഫിറ്റബിലിറ്റി റേഷ്യോ മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന components. There are two components in operating ratio. They are operating cost and net സെയിൽസ്. ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് പ്ലസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആർ ഓപ്പറേറ്റിംഗ് കോസ്റ്റ്. ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആലോചിക്കുക. അതിനകത്ത് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ മെൻഷൻ ചെയ്യുന്ന കോസ്റ്റുകൾ, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ദെൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ നമ്മൾ മെൻഷൻ ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. ഇത് രണ്ടും കൂടി ചേർന്നതാണ് എന്ത് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് പ്ലസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ഈസ് ഈക്വൽ ടു ഓപ്പറേറ്റിംഗ് കോസ്റ്റ്. ദെൻ നെറ്റ് സെയിൽസിനകത്ത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ടോട്ടൽ സെയിൽസിൽ നിന്ന് സെയിൽസ് റിട്ടേൺ മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് നെറ്റ് സെയിൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഓപ്പറേറ്റിംഗ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷനാണ് ഓപ്പറേറ്റിംഗ് റേഷ്യോ ഈസ് ഈക്വൽ ടു ഓപ്പറേറ്റിംഗ് കോസ്റ്റ്, അല്ലെങ്കിൽ എങ്ങനെ എഴുതാം, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് പ്ലസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. ഓപ്പറേറ്റിംഗ് കോസ്റ്റാണ് ഈ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് പ്ലസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈസ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. ഓപ്പറേറ്റിംഗ് റേഷ്യോ ഈസ് ഓൾസോ എക്സ്പ്രസ്ഡ് ആസ് പെർസെൻറ്റേജ്. നമ്മൾ പെർസെൻറ്റേജസിൽ തന്നെയാണ് ഓപ്പറേറ്റിംഗ് റേഷ്യോയും മെൻഷൻ ചെയ്യുന്നത്. ഓക്കെ, ദെൻ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു, നെറ്റ് സെയിൽസിൽ നിന്ന് ഗ്രോസ് പ്രോഫിറ്റ് മൈനസ് ചെയ്താൽ കിട്ടുന്നതാണ് എന്ത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാം, ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് പ്ലസ് വേജസ് ആൻഡ് പ്ലസ് എന്താണ് നമ്മുടെ ഡയറക്റ്റ് എക്സ്പെൻസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഇസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ദെൻ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് മീൻസ് ഞാൻ പറഞ്ഞു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ മെൻഷൻ ചെയ്യുന്ന എക്സ്പെൻസസ് ആണ്. അതായത് ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ്, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസ്, ഇൻട്രസ്റ്റ് ഓർ ഷോർട്ട് ടേം ലോൺസ്, ദെൻ ബാഡ് ഡെപ്റ്റ്സ്, discount allowed, etc. are operating expenses. Then net sales is equal to total sales minus sales return is net sales. Okay, these are the two components of operating ratio. അപ്പോൾ operating ratio calculate ചെയ്യാനുള്ള ഇക്വേഷൻ ആയിരുന്നു എന്ത്, ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ്, അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് നമുക്ക് എങ്ങനെ പറയാം, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് പ്ലസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. ദെൻ ഈ ഒരു പ്രോഫിറ്റ് ഓപ്പറേറ്റിംഗ് റേഷ്യോയുടെ ഒരു സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്, ഇഫ് വി ഗെറ്റ് 75% to 85%, it is satisfactory or ideal operating ratio. ഇൻ കേസ് നമുക്ക് കിട്ടുന്നത് 75% അതുപോലെ തന്നെ 85%ൻ്റെ ഇടയിലാണെങ്കിൽ കിട്ടുന്ന റേഷ്യോ എന്താണ്, സാറ്റിസ്ഫാക്ടറി എന്നാണ് മെൻഷൻ ചെയ്യുന്നത്. അതായത് ഇവിടെ പറയുന്നത് ഇപ്പം 75% നമ്മുടെ നെറ്റ് സെയിൽസും അതേപോലെ തന്നെ നമ്മളുടെ ഓപ്പറേറ്റിംഗ് കോസ്റ്റുമാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമ്മൾ നെറ്റ് സെയിൽസിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ പറയുകയാണ് ഇപ്പം 70, ഇപ്പം കിട്ടുന്ന ആൻസർ, അതായത് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ചെയ്തിട്ട് കിട്ടുന്ന ഇൻറ്റു 100 ചെയ്ത് കിട്ടുന്ന ആൻസർ ഒരു 75% ആണെങ്കിൽ അതിനർത്ഥം ഈ 75% നെറ്റ് സെയിൽസിൻ്റെ 75% എന്താണ്, ഓപ്പറേറ്റിംഗ് കോസ്റ്റാണ്. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള 25% എന്തായിരിക്കും, നമ്മളുടെ പ്രോഫിറ്റ് മാർജിൻ ആയിരിക്കും. പ്രോഫിറ്റ് ആയിരിക്കും 25% എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു 25% ഒക്കെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ബാഡ്. നല്ലൊരു ഐഡിയൽ പൊസിഷൻ ആവുന്ന സമയത്താണ് ഒരു 25% ഒക്കെ പ്രോഫിറ്റ് മാർജിൻ കിട്ടുക. ഓക്കെ, അപ്പോൾ അതാണ് പറയുന്നത്. ദെൻ 85% ആണെങ്കിൽ ബാക്കി ഒരു 15% എന്താണെന്നാണ് പറയുന്നത്, നമുക്ക് പ്രോഫിറ്റ് ആയിരിക്കും.
ഓക്കെ, അപ്പം ഈ പറയുന്ന ഒരു 75%-നും 85% ഇടയിലാണ് ഓപ്പറേറ്റിംഗ് റേഷ്യോ നമുക്ക് കിട്ടുന്നതെങ്കിൽ ഇറ്റ് ഈസ് സാറ്റിസ്ഫാക്ടറി ഓർ ഐഡിയൽ ഓപ്പറേറ്റിംഗ് റേഷ്യോ കിട്ടുന്നതെങ്കിൽ. ഓക്കെ, then the significance of operating ratio is operating ratio measures the efficiency of management in operating the business. ഒരു ബിസിനസ്സിൻ്റെ ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസിയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഓപ്പറേറ്റിംഗ് റേഷ്യോയിലൂടെ മെഷർ ചെയ്യുന്നത്. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് കിട്ടുന്ന ആൻസറിന് നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഹയർ റേഷ്യോ ഇൻഡിക്കേറ്റ് ഇൻഎഫിഷ്യൻറ്റ് ഓപ്പറേഷൻസ് ആൻഡ് ലോവർ റേഷ്യോ ഇൻഡിക്കേറ്റ്സ് എഫിഷ്യൻറ്റ് ഓപ്പറേഷൻ. അതായത് നിങ്ങൾക്ക് കിട്ടുന്ന റേഷ്യോ നമ്മൾ പറഞ്ഞു 75-85 ആണ് വരുന്നതെങ്കിൽ ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ടറി റേഷ്യോ ആണ് എന്ന് പറഞ്ഞു. അതിൽ നമുക്കൊരു ഹയർ റേഷ്യോ ആണ് കിട്ടുന്നതെങ്കിൽ, ഇപ്പം നമ്മൾ പറഞ്ഞത് 75% to 85% ആണ്. നമുക്ക് കിട്ടുന്നത് ഒരു 90% ആണ് നമുക്ക് ഓപ്പറേറ്റിംഗ് റേഷ്യോ കിട്ടുന്നതെന്ന് വിചാരിക്കും. ഇവിടെ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഓപ്പറേറ്റിംഗ് റേഷ്യോ ആണ് ഓപ്പറേറ്റിംഗ് റേഷ്യോ. അപ്പോൾ 90% ആണ് നിങ്ങൾക്ക് ആൻസർ ഓപ്പറേറ്റിംഗ് റേഷ്യോ കിട്ടുന്നതെങ്കിൽ അതിനർത്ഥം സെയിൽസിൻ്റെ 90% എന്താണ്, ഓപ്പറേറ്റിംഗ് കോസ്റ്റാണ്. ബാക്കി 10% എന്ത് വരുന്നുള്ളൂ, പ്രോഫിറ്റ് കിട്ടുന്നുള്ളൂ. അതാണ് പറയുന്നത് ഹയർ റേഷ്യോ ഇൻഡിക്കേറ്റ് ഇൻഎഫിഷ്യൻ്റ് ഓപ്പറേഷൻസ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇൻ കേസ് നമുക്ക് കിട്ടുന്നത് ഒരു 70% ആണെന്ന് വിചാരിക്കും. അപ്പോൾ അതെന്താ, അവിടെ ലോ റേഷ്യോ ആണ് കിട്ടുന്നത്, ലോവർ റേഷ്യോ ആണ് പറയുന്നത് അല്ലേ. നമ്മൾ 75 to 85 എന്താണ് താഴെയാണ് റേഷ്യോ പറയുന്നത്. അപ്പോൾ അതിൽ 70% നെറ്റ് സെയിൽസിൻ്റെ 70% സെയിൽസ് എന്ന് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ ബാക്കി 30% എന്തായിരിക്കും, ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം പ്രോഫിറ്റാണ് അവിടെ വരുന്നത്. അപ്പം നിങ്ങൾ ഇന്ന് വെച്ച് നോക്കുക, ഓപ്പറേറ്റിംഗ് റേഷ്യോ എത്രത്തോളമാണോ സ്റ്റാൻഡേർഡിൽ നിന്ന് കുറഞ്ഞു വരുന്നത് അതിനനുസരിച്ചാണ് എഫിഷ്യൻ്റ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് കേട്ടോ. കൂടി വരികയാണെങ്കിൽ ഹയസ്റ്റ് റേഷ്യോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇൻഎഫിഷ്യൻ്റ് ഓപ്പറേഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. കാൽക്കുലേറ്റ് ഓപ്പറേറ്റിംഗ് റേഷ്യോ ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ. നിങ്ങൾക്ക് തന്നിട്ടുള്ള വാല്യൂസ്: revenue from operations 2,50,000, administrative expenses 25,000, selling expenses 40,000, cost of revenue from operation 70,000. അപ്പോൾ ഇങ്ങനെയാണ് ആൻസർ വരുന്നത് നോക്കാം. ഓക്കെ, ഇവിടെ നോക്കാം. ഓപ്പറേറ്റിംഗ് റേഷ്യോ ഈസ് ഈക്വൽ ടു ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഡിവൈഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. ഇപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുള്ള വാല്യൂസ് നോക്കുക. ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് പ്ലസ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് പ്ലസ് സെല്ലിംഗ് എക്സ്പെൻസസ് നോക്കാം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 70,000, അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് 25,000, സെല്ലിംഗ് എക്സ്പെൻസസ് 40,000. ഇപ്പോൾ ടോട്ടൽ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എത്രയാണ്, 1,35,000. ദെൻ ഓപ്പറേറ്റിംഗ് റേഷ്യോ ഈസ് ഈക്വൽ ടു നമുക്ക് സെയിൽസ് തന്നിട്ടുണ്ട് 1,35,000 ഡിവൈഡ് ബൈ 2,50,000 ഇൻറ്റു 100. 54% ആണ് എന്ത് വരുന്നത്, ഓപ്പറേറ്റിംഗ് റേഷ്യോ വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മളുടെ ഓപ്പറേറ്റിംഗ് റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്, ബെറ്റർ കണ്ടീഷനാണ് പറയുന്നത്. കാരണം 54% ആണ് ഓപ്പറേറ്റിംഗ് റേഷ്യോ വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബാക്കി വരുന്ന 46% നമുക്ക് പ്രോഫിറ്റ് മാർജിനാണ്. ഓക്കെ, അപ്പോൾ എന്താണ്, ഇറ്റ് ഇൻഡിക്കേറ്റ് എ ലോവർ ഓപ്പറേറ്റിംഗ് റേഷ്യോ. ദാറ്റ് മീൻസ് ദിസ് ഫേം ഹാവ് എ ഗുഡ് ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസി എന്നാണ് മെൻഷൻ ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ റവന്യൂ ഫ്രം ഓപ്പറേഷൻ എന്ന് പറയുന്നത് സെയിൽസും റവന്യൂ കോസ്റ്റ് എന്ന് പറയുന്നതും കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും ആണ് കേട്ടോ, മാറിപ്പോകരുതേ. ഓക്കെ.